സംഭവം വളരെ സിമ്പിളാണ്. ഒരു ചെമ്മീൻ എടുക്കുക, ചെമ്മീൻ ഇത് കേട്ടോ, എന്നിട്ട് അതിനെ അങ്ങോട്ട് ഇടുക. മൊത്തം ഇതിനകത്തുള്ള 90% ഞാൻ പിടിച്ചാട്ടോ. ചേട്ടാ നമ്മളെല്ലാവരും ഇന്നും കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി വന്നിരിക്കുവാണ്. അന്നത്തെ പോലെയല്ല കേട്ടോ, ഇന്ന് മാക്സിമം സമയമുണ്ടെന്ന്. അന്ന് നമ്മൾ താമസിച്ച് പോയി വന്നപ്പോഴേക്കും ഇപ്പം സമയം കറക്റ്റ് 5 മണി ആയതേ ഉള്ളൂ. അന്ന് നമ്മൾ 5:45 വന്നത്. ഇഷ്ടം പോലെ കിട്ടട്ടെ. പിടിക്കോ? പിന്നെ അഞ്ചു ഐശ്വര്യച്ചോണ്ട് വേണോ? വേഗം എടുക്ക്. ഇന്നാളെ അഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ. അഞ്ജുവിന്റെ ഐശ്വര്യച്ചോണ്ടാ. കനവെള്ളമൊക്കെ എടുത്തു മമ്മിക്കതാ. ലെറ്റ്സ് ഗോ. പെട്ടെന്ന് കുഞ്ഞുമറി എവിടെ നിൽക്കുന്നത്? ഈ കാണുന്ന മോട്ടോർ കുഴിയിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ കട ഞാൻ പിടിക്കും കേട്ടോ. സംഭവം വളരെ സിമ്പിളാണ്. ഒരു ചെമ്മീൻ എടുക്കുക, ചെമ്മീൻ ഇത് കേട്ടോ, എന്നിട്ട് അതിനെ അങ്ങോട്ട് ഇടുക. അതിൻ്റെ തലനുള്ളി അപ്പോൾ മീനുകളൊക്കെ ഇവിടെ നിൽക്കും. എന്നിട്ട് എടി കൊച്ചോട്ടുണ്ടോടി? എനിക്ക് ഭയങ്കര ഒത്തു ഷോറം പോലും കിട്ടിയത്. എനിക്കിത് ആദ്യമായിട്ടാണ് ഇത്രയും കൊത്തിയിട്ട് മീൻ കിട്ടാതെ പോകുന്നത്. കല്ലട അപ്പോൾ പാത്രം ഉണ്ടോ? അപ്പോൾ ഫസ്റ്റ് കല്ലട. ഇന്നലെ വന്നായിരുന്നോ? ആണോ? ആ കാരി ഇടണല്ലേ, അടിപൊളി. കൊതുക്. എല്ലാരും ഉണ്ട്. ഉണ്ടായോ നീ? എനിക്ക് 3 കിട്ടി. ഞാൻ പിടിക്കുവാണേ. പോയി. എനിക്ക് ജസ്റ്റ് മിസ് മമ്മി. ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ ഞാൻ പിടിക്കും പുള്ളിയെ. ചുമ്മാ കല്ലട പിടിക്കാൻ ഇറങ്ങിയത് എല്ലാവരും കൂടെ. സുഖമായിട്ടിരിക്കുന്നോ? കൊതുക് ഇവിടെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നല്ല കൊതുക. അതിനിപ്പോ എന്നാ അവിടുന്ന്. ഓക്കെ, താങ്ക് യു. ശരി, ബൈ ബൈ. അപ്പോൾ കാണാം കേട്ടോ. വീഡിയോക്കകത്ത് വരും കേട്ടോ, വീഡിയോക്കകത്ത് വരും. ബൈ ബൈ. അമ്മ എനിക്ക് പറഞ്ഞ കിട്ടി. ഇതുണ്ടോ? അടുത്ത് പിടിക്കട്ടെ. 5 പോയിന്റ് നമുക്ക് അപ്പുറം പോയി നോക്കിയാലോ. ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി, കടുവകളും കിടുവകളും എന്നെ കണ്ട. അപ്പൊ എന്നെ കുത്തിയ കാര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അവനെ പിടിക്കാന്ന്. ഓക്കെ, നീ പേടിക്കണ്ട മോനെ. അവനെ പിടിച്ച് ഞാൻ ഇന്ന് മറത്തരുത് നിനക്ക്. എന്നാ കൊക്കമ്മ താറാമക്കളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ താറാമക്കളുണ്ടെന്ന്. കാരി ഇവിടെ മീനില്ലെന്ന് അഞ്ചുമൊക്കെ പറഞ്ഞ് ഇവിടെ മീനില്ലെന്ന്. എനിക്കാണെങ്കിൽ ഇവിടെ കൊത്തോട് കൊത്ത്. ഇത് കൊച്ചാണോ ഇവിടെ ചൂണ്ടിയിടുന്നേ? കുഞ്ഞുമറിയുമായിരുന്നു ഇവിടെ ചൂണ്ടിയിട്ടുകൊണ്ടിരുന്നേ. ശടാ, അഞ്ച് ഇവിടെ മീനില്ലെന്നാ പറയുന്നത്. അവള് പഠിക്കുക. അഞ്ചു ഇവിടെ ഇട്ട് പിടിക്കണേ. കല്ല് ഉടക്കിയിരിക്കുക, മീനുണ്ട്. അങ്ങനെ ഇട്ട് വെച്ചാലേ കിട്ടത്തുള്ളൂ. നീ പൊക്കത്ത് വായു പിടിച്ചാൽ കിട്ടത്തില്ല. ആണോ?
ഇതുണ്ടോ നോക്ക്. നെക്സ്റ്റ് കാരി അപ്പയ്ക്ക് കുഞ്ചൻ കാരി തുണി എന്തി കുഴപ്പമില്ല മോനെ, കുഞ്ഞുമരത്തിന് കിട്ടും. നെക്സ്റ്റ് കാരി നീ 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 ചൂണ്ടാൻ പിടിപ്പിക്കാം. നീ ഇപ്പം പിടിക്കും. ആ ചൂണ്ട ഇട്ടോ, കുഞ്ഞുമര ഇട്ടോ. ഇങ്ങനെ പിടിക്കും. ഈ കൈ ഇവിടെ പിടിക്കും. ആ അങ്ങനെ പിടിച്ചോ. എപ്പോഴല്ല ആണോ 5. ഓ വലിയ കാരി കരക്കട്ടേ. അയ്യോ കുഞ്ഞുമരത്തിനെ കൊണ്ടുപോയി. ഓ എൻ്റെ അമ്മേ, ഇന്നത്തെ സൂപ്പർ കാരി കേട്ടോ 5. നല്ല വലുതാ. ഇവള് പിടിക്കുമ്പോൾ വല്ലപ്പോഴും പിടിക്കത്തുള്ളൂ, പക്ഷെ പിടിക്കുമ്പോൾ നല്ല മീനായിരിക്കും. ആ കുഞ്ഞു പറയാം മതി കളി ഇരിക്കും. പിടിക്കും ചൂണ്ട പിടിക്കും. നീ വലിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വലിക്കണം. ആ പൊങ്ങ നോക്ക് നേരെ അടിച്ചു പിടിച്ചോ. അയ്യോ പോയി. ചെമ്മീനോ ആണോ? 5 കൊടുത്ത്. ഓ 5 കൊടുത്ത കല്ലടാ 5. വെരി ഗുഡ്. എന്നാ കൊണ്ടിട്ടോ, എടുത്തിട്ടോ. എന്നാ കാരി 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 കാരി. ഓ 5-ന് കാരി. ആടോ അപ്പയ്ക്കും കിട്ടി. എന്നാൽ ഞാനും കൂടെ പിടിച്ചാൽ പോയേക്കാം. ആടോ അമ്മയ്ക്ക് കിട്ടി. നിങ്ങളെല്ലാവരും പുറകെ ആണല്ലോ പിടിച്ച്. എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ട് നിർത്താമെന്ന് വിചാരിച്ച് നടക്കത്തില്ലേ? എത്ര മീൻ കിട്ടിയിട്ട് നിനക്ക്? എനിക്ക് 3 മീൻ. ഒരെണ്ണം ചാടിപ്പോയി. അല്ല 4 5. അമ്മയ്ക്കാ? എനിക്ക് 4. അപ്പയ്ക്കാ? എനിക്ക് 5. അപ്പം അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നല്ലേ? ഓ വീട്ടിൽ പോയിട്ട് വാ. എനിക്ക് എത്രയാണ് അവിടെ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. അമ്മക്ക് എത്ര മീൻ കിട്ടിയെന്ന് അറിയാമോ? ഒരു മിനിറ്റ്, നീ പിടിച്ച കാര്യമാണോ മമ്മി പിടിച്ച കാര്യമാണോ വലുത്? അല്ല നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ പിടിച്ച കല്ലടയാ വലുത്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇത്രയും വലിയൊരു കല്ലട തന്നെയാ മമ്മിയുടെ പപ്പയുടെ ആദ്യം ചാടിപ്പോയത്. ഇതിനെടുത്ത് ഇതാണ് 5 പിടിച്ച കാര്യം. അയ്യോ മമ്മി അതിനെടുക്കല് അപ്പേ. ഇതാണ് മമ്മി പിടിച്ച കാര്യം. നോക്കട്ടെ നോക്കിയേ ഏതാ വലുത്? ആ അല്ല ഇതാ ശരി വലുത്. മമ്മി 1 സെന്റിമീറ്ററിന് ഇവളുടെ വലുതെന്ന് തോന്നുന്നു. പിന്നെ എന്റെ ഇച്ചിരി വണ്ണം കൂടി ഉണ്ടെന്ന്. ഒരു ബക്കറ്റ് ഇത് മൊത്തം ഇതിനകത്തുള്ള 90% ഞാൻ പിടിച്ചാട്ടോ. ഇത് കണ്ടോ? ഇപ്രാവശ്യം കാരി വർത്താലോ. ഫ്രഷായിട്ട് തന്നെ മീനൊക്കെ മമ്മി നല്ല വെട്ടി അടിപൊളിയാക്കി ക്ലീനാക്കി ഒരു നാരങ്ങ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മീനയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയിപ്പോൾ വേറെ ഉളുമ്പും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇനിയുള്ള ബ്ലഡിൻ്റെ അംശവും ബാക്കിയുള്ള എല്ലാം പോയി മീൻ നല്ല ക്ലീനാകും കേട്ടോ. നമ്മുടെ കാരിയുടെ തലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ട അല്ലേ മീൻ? വായിക്കും വരാനില്ല ഇല്ല കൊടുക്കണം. 1 കിലോ വെള്ളപ്പിന്നെ കൊടുക്കണം അല്ലേ? അപ്പോൾ മമ്മീനെ മീനെല്ലാം അടിപൊളിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഈ മസാല തേക്കുന്നതിന് മുമ്പ് ഇത് ഫുള്ള് വരയാം കേട്ടോ. എന്നാ പറയാൻ വന്നേ? ഇത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി അവിടെ തോണ്ടുന്നു. ഏറ്റവും സിമ്പിൾ മസാല മുളക് പൊടി. നമ്മുടെ മീനൊക്കെ മമ്മി ചെയ്തിട്ടുണ്ടല്ലോ വെട്ടി വരഞ്ഞു വെച്ചേക്കാണ് കേട്ടോ. മുളക് പൊടി,
ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ. അതിനകത്തേക്ക് ഒരു നാരങ്ങ ചെറുതായിട്ട് പിഴിഞ്ഞ് ചേർക്കും. അതിനകത്തോട്ട് നമ്മുടെ മീൻ എടുത്തിട്ടിട്ട് നന്നായിട്ട് മസാല വെച്ച് പിടിപ്പിക്കും കേട്ടോ. ഇതുണ്ടോ അമ്മീ? എത്ര സമയം വേണം? 5 മിനിറ്റ് 10 മിനിറ്റ്. കുളിച്ചിട്ട് വരുമ്പോഴേക്കും മസാല പിടിച്ച് കഴിയും. എന്നിട്ട് നമുക്കിതിനെ വറുത്ത് കഴിക്കാം. അടുപ്പ് കത്തിച്ച് പാൻ വെച്ചു. മീനയിൽ നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചു. വളരെ പെട്ടെന്നുള്ള മീൻ വറക്കലായിരുന്നു കേട്ടോ. അമ്മീ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഏറ്റവും അവസാനമാണ് ഇട്ടേ. ഇത് കണ്ടോ നല്ല ഇന്ന് നേരത്തെ ഇതായിട്ടിട. ഇത് കണ്ടല്ലോ നല്ല കാരി. ചേച്ചി, അച്ചാച്ചൻ, ചേച്ചി, ലോക്ക, നിക്കു, അന്നക്കൊച്ചെ എല്ലാരും പോലെ കഴിച്ചു. എല്ലാം കഴിച്ചു. എടുത്തെടുത്ത് കഴിച്ചു. ഓരോ പീസ് കഴിച്ചോ. ഓരോന്നോരോന്നെടുത്തോ. എടുക്കടി 5. അമ്മി എടുക്കൊരു പീസ് കഴിച്ചു. എങ്ങനെയുണ്ടോ? ചെറുതിനാ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി ആണോ? 5 കഴിച്ചടി. എന്നാ പറഞ്ഞപ്പോ എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? അമ്മയോട് കഴിച്ചാ? ഞാൻ കഴിച്ചു കാണിക്കട്ടെ. അമ്മ കഴിച്ചു. എങ്ങനെയുണ്ട്? കാരി കഴിച്ചു ഒത്തിരി നാളായല്ലേ? എങ്ങനെയുണ്ട്? നല്ലതാണോ? കാരി കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഒരെണ്ണത്തിന്റെ വാല് ഇത് കണ്ടോ. ഇത് കണ്ടോ വാല്. കുഞ്ഞു കാരിയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. മുള്ളൊക്കെ മൊത്തം ജിനാശ പാവം വെച്ചിട്ട് നമുക്ക് അടുത്ത് പിടിക്കാം. അമ്മേ കറക്റ്റ് തരുക. നല്ല ഇതിന് മുള്ളെല്ലാം കടിച്ചു തരാം കേട്ടോ. നല്ല കാൽസ്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതപ്പോ ഓഫ് റോഡ് പോയത് കൊണ്ടല്ലേ? ഓക്കെ സോറി. തുടച്ചോ. ഇങ്ങനെ പണിക്കാര് പണിക്ക് ചെയ്യുന്നേ കണ്ടോ. കണ്ടോ സ്പീഡാ നോക്കി. ആരുടെയെങ്കിലും വണ്ടി കഴുകാനുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് അല്ലേ? മസിലെന്താ കാണിച്ചേ? മൊയ്ത്തായി കാണിച്ചേ. കാണിക്ക്. കിക്ക് കാണിച്ചേ. കിക്ക്. ഉണ്ടോ. ആരെ കൊച്ചിന് മൊയ്ത്തായി പഠിപ്പിച്ചേ? അപ്പ. എനിക്ക് വയ്യ. ഓക്കെ ബൈ. ഡയറക്റ്റഡ് ബൈ